ഹായ്, വീറ്റട. ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ അട തിന്നിട്ടുണ്ടോ? ചപ്പാത്തിയും ദോശയൊക്കെ തിന്ന് മടുത്തെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാനായി ഞാൻ എടുത്തത് 2 കപ്പ് ആട്ടയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ചെറിയ ഉരുളകളാക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാൻ ഒരു സവാള, ഒരു തക്കാളി, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 മുട്ട, അത് വേവിച്ചെടുക്കാം. മുട്ട നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും സോയ സോസും ആഡ് ചെയ്യാം. റെഡ് ചില്ലി സോസാണ് നല്ലത്. അത് തീർന്നതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ചൂടാക്കാം. പരത്തി വെച്ച ചപ്പാത്തിയിലേക്ക് നമുക്ക് ഇനി ഈ ഫില്ലിംഗ് ആഡ് ചെയ്യാം. ഇത് മടക്കിയെടുക്കാം. ഒരു സ്പെഷ്യൽ രീതിയിലാണ് മടക്കിയെടുത്തത്. റോളല്ല, അട പോലെയല്ല, ഒരു വേറെ ടൈപ്പിലാണ് ഞാൻ മടക്കിയെടുത്തത്. 2 ഭാഗത്തുനിന്നും പിന്നെ ഇപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും അങ്ങനെ 4 ഭാഗത്തുനിന്നൊന്ന് മടക്കി കൊടുത്തു. ഒന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി അത് അവിടെ നിന്നോളും. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഇത് അവിടെ വെച്ച് ഇനി നമുക്ക് രണ്ടാമത്തെ ഉരുളിയും പരത്തിയെടുക്കാം. അത് പരത്തിയെടുത്താൽ നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. മുമ്പേ മടക്കിയ പോലെ തന്നെ ഇത് ഫില്ല് ചെയ്ത് നമുക്ക് മടക്കിയെടുക്കാം. ആദ്യം 2 സൈഡിൽ നിന്നും മടക്കാം. പിന്നെ മറ്റേ സൈഡിൽ നിന്നും രണ്ടും മടക്കിയെടുക്കാം. ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അവിടെ നിന്നോളും. ഇതും നമുക്ക് ആവിയിലേക്ക് വെക്കാം. ഇതുപോലെ എല്ലാ ചപ്പാത്തികളും ഇനി ആവിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കത് എടുത്തു മാറ്റാം. നോക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കൈ കൊണ്ടെടുത്ത് പക്ഷെ പൊള്ളി, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് മാറ്റുവാണ്. സ്പൂൺ കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ അടുത്തതും മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ അടയും മാറ്റാം. ഇതൊരു സ്പെഷ്യൽ അടയാണ്. സാധാ അട പോലെയല്ല, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു അടയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലെ മസാല കാണാം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ഒഴിവാക്കാം. അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഈ സോയാ സോസിൽ ആഡ് ചെയ്താൽ ഇതില്ലാണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ടൈപ്പ് മൊമോസ് ആണെന്ന് പറയാം. മൊമോസ് അല്ല, മൊമോസിൻ്റെ ഷേപ്പ് മാറ്റാണ്. ആവിയിൽ വേവിപ്പിക്കുന്നുണ്ട് മൊമോസ് എന്ന് പറയാം. ഞാൻ മൊമോസ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേറെ ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.